ഹേ ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ റാസവൈറ്റി. അപ്പോൾ ഇന്നെത്തിയിരിക്കുന്നത് ഒരു ഫിഫ ഗെയിമായിട്ടാണ് ഗൈസ്. അപ്പോൾ ഇന്നെത്തിയിരിക്കുന്നത് ഇവിടെ മാച്ചൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇത് റോബ്ലോക്സിലെ ഒരു ഫിഫ ഗെയിമാണ് ഗൈസ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വന്നതെന്നായിരിക്കും. എക്സ്ട്രാ ആയിട്ടൊരു വീഡിയോ ഓൾറെഡി എടുത്തു ഗൈസ്, പക്ഷേ അത് വരെ താമസിക്കും. തമ്പനയിൽ ക്രിയേഷൻ പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം അത് കാരണമാണ് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചൂസ് ഗെയിം മോഡ്, ട്രേഡിംഗ് ഹബ്ബ്, പ്രോ 7v7, സ്കിൽസ് 4v4. നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ലെവൽ 20 ഇതാവും. അപ്പോൾ നമുക്ക് തൽക്കാലം അവിടെ പോയി പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ സാധാരണ കളിക്കുന്നവർക്ക് കളിക്കാം. ഓക്കെ, മ്യൂസിയം. അപ്പോൾ ഈ മ്യൂസിയത്തിലാണ് ഇവിടെ വേൾഡ് കപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വേൾഡ് കപ്പ്. ഓക്കെ, മനസ്സിലായോ? ഇത്ര രാജ്യങ്ങളുണ്ട്. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും വേൾഡ് കപ്പ് നേടിയ രാജ്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ എന്തായാലും ഇനി ഞാനും ഇപ്പോഴാണ് ഈ മ്യൂസിയം ഒക്കെ ഇതാക്കുന്നത്. അപ്പോൾ എന്തായാലും നേരെ മാച്ചിൽ പോവാം. അർജന്റീന പറ്റില്ല, നോർവേ പറ്റൂ. അപ്പോൾ നോർവേ. ഓക്കെ ഗൈസ്, ഈ മാച്ച് അത്യാവശ്യം ടഫൊക്കെ ഉള്ള മാച്ചാണ് ഗൈസ്. വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, വെരി ടഫ്. ഓക്കെ ഗൈസ്, ബഗ് ഗൈസ്. അർജന്റീന വീണ്ടും ഗോൾ കിട്ടി ഗൈസ്. അർജന്റീന ഗൈസ്, അവന്മാർ വീണ്ടും ഗോൾ കിട്ടി. അർജന്റീന ഫാനല്ല, പോർച്ചുഗലാണ്. അതാണ് കളിയാക്കിയത്. ഷേ, ഞാൻ എന്നാലും ഈ ഗെയിമിൽ ഇപ്പോൾ പോർച്ചുഗൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ, റെയറായിട്ട്. ആ സമയങ്ങളിലാണ് ഞാൻ കളിക്കാറുള്ളത്. ഓക്കെ, നോർവേയുടെ ഒരു അറ്റാക്ക്, മിന്നും പ്രകടനം. ഓ മൈ ഗോഡ്. ഷേ, നടന്നില്ല ഗൈസ്, നടന്നില്ല. അടുത്ത ഗോളിപ്പോൾ വീഴുമല്ലോ. വീണല്ലോ. 3-0 അപ്പൊ ഗൈസ്, ആദ്യത്തെ കളി ഇപ്പൊ മിക്കവാറും പൊട്ടും ആണ്. ഇപ്പൊ എല്ലാ ചാൻസും കാണുന്നുണ്ട് പൊട്ടാൻ. അപ്പൊ ഗൈസ്, മിക്കവാറും ഇപ്പൊ പൊട്ടും കളി. അപ്പൊ നാളെ വീഡിയോ നമ്മളല്ലേ, നാളെ തൊട്ട് വീണ്ടും ഒരാഴ്ച തുടങ്ങും. അപ്പം ദാറ്റ്സ് ഓൾ. ഓ വാട്ട് എ ഡ്രിബിൾ ആൻഡ് ഗോ. പാസ്. ഓ അടി. ഗോൾഡൻ ചാൻസ്. പൊട്ടന്മാരാടാ ഗൈസ്. ഇത്രയും ഗോൾഡൻ ചാൻസ് ഒരു പ്ലെയറിന് കിട്ടിയത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ നോർവേയുടെ. അപ്പൊ എന്നിട്ടും അവന്മാരും അടിച്ചില്ല ഗൈസ്. അടി. ഗോൾ. ഓ ഷേ ഗൈസ്, 2 ഗോൾഡൻ ചാൻസ് കിട്ടി. ചുമ്മാ കൊണ്ട് കാണും. ഒന്നും പറയല്ല ഗൈസ്, മൊത്തത്തെ അവന്മാരുടെ കയ്യിലെ മിസ്റ്റേക്കാണ്. ഇത് ആരെടുത്തോണ്ട് ഗൈസ്? അവൻ വീണ്ടും എടുത്തോണ്ട് പോകുന്നുണ്ട്. എങ്ങോട്ടാണോ എന്തോ, അതാണ് ആലോചിക്കുന്നത്. ഒന്ന് ഗോളടിക്കും ഇപ്പോഴെങ്കിലും. കറക്റ്റ് ഗോളിയുടെ കയ്യിലടിച്ചു കൊടുക്കുക, അത് ഗോളാണ്. വിഷയ ഗോളായിരുന്നു. ഇത് പറയില്ല ഗൈസ്. എടുക്ക ഗോളടിയോ അതുമില്ല, എന്നിട്ട് അത് കളിക്കുന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പം തീരുമാനമായി ഏകദേശം കളിയുടെ കാര്യത്തിൽ. ഓക്കെ, റിക്വസ്റ്റ് ഉണ്ട് ഗൈസ്. അടുത്ത ഗോളോ വാരിട്ടു. സ്റ്റാമിന കൊണ്ട് വെച്ചില്ലായിരുന്നു ചിലപ്പോൾ കളി ജയിച്ചു ഗൈസ്. ഓക്കെ നീ എടുത്തിട്ട് കളി. ഓ നോ ഗൈസ്, മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് സംഭവിച്ചത് അവിടെ. ഓക്കെ, വാട്ട് ഹാപ്പൻഡ് ദേർ? ഐ ഡോണ്ട് നോ. ഓ ഷേ, ഗോളടിക്കുന്നത് ഗോളടി ഗൈസ്. ഇവന് കളിക്കാനുള്ള കഴിവില്ലെന്ന് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഷേ, ഓ ഗൈസ്, നോ ഷേ, നടക്കില്ല ഗൈസ്, ഒന്നും നടക്കില്ല. അവന്മാര് വീണ്ടും കൊണ്ടിട്ട് ഗൈസ്. ഇതാണ് ഇങ്ങനത്തെ കുറെ കൊള്ളാത്ത ടീമിന്റെ ഇടയിൽ വന്ന് പെട്ടുള്ള പ്രശ്നം. പാർട്ട് 1 ആയിട്ട് കണക്കാക്കിയാൽ മതി. മറ്റേത് മൾട്ടിപ്ലെയർ മോഡാണ്, അപ്പം അത് പാർട്ട് 2 ആയിട്ട് കണക്കാക്കിയാലും മതി. നിങ്ങളിഷ്ടം ഗൈസ്. ടാക്കിൾ, മിസ്കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടാക്കിൾ മിസ്സായി പോയി, അല്ലെങ്കിൽ ഇപ്പം അത് ഗോളാവത്തില്ലായിരുന്നു.
അങ്ങനെ ഗോളായി പോയി. ഓ ഗോളല്ല രക്ഷപ്പെട്ടു ഗേസ്. നമ്മളെ രക്ഷപ്പെടുത്തി. ഓ പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട് ഗേസ്. ഗോള് പിടിച്ചാ ഓ അവിടെ പോയോ ഗേസ്? ബോള് പോയി ഇത് പക്ഷെ എന്തായാലും നമ്മൾ എടുത്തു. ഓക്കെ ഗേസ്, കളി തോറ്റു. അർജന്റീന ജയിച്ചു. ഓക്കെ ഗേസ്, ഒട്ടും ശരിയായില്ല ഗേസ്. അത് നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ പോർച്ചുഗലിന്റെ ഒരു കളിയാണ്. ഇല്ല ഗേസ്, ബ്രസീൽ വന്നു. ഓ ബ്രസീൽ. ഓ വിഷയം. ബ്രസീൽ ആദ്യമായിട്ടാണ് പിന്നെ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ബ്രസീലിനെ കാണുന്നത്. ഓക്കെ ബ്രസീൽ ആദ്യമായിട്ടാണ് വരുന്നതാണെങ്കിൽ CF ആയ രക്ഷപ്പെട്ട്. ഇല്ല RF ഗേസ്. അപ്പം റൈറ്റ് മിഡ്ഫീൽഡർ ആയിരിക്കുകയാണ്. അപ്പൊ ഗേസ്, CF ആയുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല ഗേസ്, നമ്മൾക്ക് കിക്ക് എടുക്കായിരുന്നു. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതി കളിക്കായിരുന്നു. അതാണ് CF ആയുള്ള മെയിൻ ഉപകാരം. ഓ ഗേസ്, അവന്മാര് ബോൾ എടുത്തുകൊണ്ട് പോയി. കൊളംബിയാണ് ഈ അപ്പുറത്തെ ടീം. അല്ലേ നീ ഗോൾ അടിയൊന്നെങ്കിൽ അതും ഇല്ല. ഓ ഗൈസ്, ഓ ഗേസ് പണി കിട്ടി. ഏകദേശം പണി കിട്ടി. പണി കിട്ടി. ആ ബോൾ ഓൾറെഡി ഉണ്ട്. മരിച്ചു. ഓ ടാക്കിൾ മിസ്. ഓക്കെ മീൻസ് എങ്ങനെയോ നമ്മള് രക്ഷപ്പെട്ടു. ഓ സ്പ്രിന്റ് സ്പീഡില്ല. ഓക്കെ എങ്ങനെ ഓടിയെത്തി. ഗേസ് ഗോൾ വീണാ? ഇല്ല ഗേസ്, സേവ് നടന്നു. ഗൈസ് ഒരു ചാൻസ്, ഓപ്പൺ ചാൻസ്. അമ്മമാരുടെ ഗോൾ കീപ്പർ ചില്ലറ ഗോൾ കീപ്പർ ഒന്നും അല്ല. ചില്ലറ ഒന്നുമല്ല, അത്യാവശ്യം നല്ല ഗോൾ കീപ്പറാണ്. ബോൾ എടുത്ത് മൊത്തം മിസ്കമ്മ്യൂണിക്കേഷൻ. കയ്യാണിച്ച് തന്നില്ല അവന്മാര്. അടി ബോളടി. ഗോൾ. ഗേസ്, അങ്ങനെ ആദ്യത്തെ ഗോൾ ഇട്ടിരിക്കുകയാണ്. ഏതോ ഒരു കയാൻ 568 പുള്ളിക്കാരനാണ് ആദ്യത്തെ ഗോൾ ഇട്ടത്. 4 മിനിറ്റ് കളിയുടെ അവശേഷിക്കെ പുള്ളിക്കാരൻ ഗോൾ ഇട്ടു. ഇതിൻ്റെ അകത്തൊരു കളി 6 മിനിറ്റാണ് കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ അവന്മാരതങ്ങെടുത്തു. ഓക്കെ അഗെയിൻ ഫ്ലോപ്പ്. ഗോളായി. ഗേസ് 1-1 ഗേസ്. അവന്മാര് ഉടനടി എന്നെ തിരിച്ചടിച്ച്. അപ്പുറത്ത് പ്ലെയറിന് 297 ഗോളാണ്. എന്റെ കാർഡ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, കാണിച്ചു തരാം. വെയ്ക്ക്. ആരെടുത്തോണ്ട് പോയ ഗേസ്? ആരെടുത്തോണ്ട് പോയെന്ന് ഞാൻ കണ്ടില്ല. ചാടിയിട. ഓക്കെ ഫൈനലി എങ്ങനെയാ അതെടുത്തു. ഓക്കെ ചാൻസ് ആണ്. ഗോൾ അങ്ങ് സ്കോർ ചെയ്താൽ മതി. വേറെ ഗോൾ സ്കോർ. ഉമ്മാര് കുറെ മണ്ടന്മാരായോണ്ട് ഗോൾ ഒന്നും സ്കോർ ചെയ്തില്ല ഗേസ്. ഗോൾ അടി. അവൻ അടിച്ചു പക്ഷെ പോയില്ല. അവന്മാര് സുഖമായിട്ട് ഗോൾ ഇട്ടു. നമ്മുടെ ഗോൾ കീപ്പർ ഒരുമാതിരി പന്നക്കളി. ആണ് പറ്റിയത് ഗേസ്. അപ്പൊ രണ്ടാമത്തെ കളിയായിട്ട് പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിലാണ് ബിക്കോസ് ഐ എം നോട്ട് CF ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടായിരുന്നു. ഡ്രിബിൾ ചെയ്ത് കയറി പോയതാണ്, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഒന്നും വലിച്ചില്ല.
ഈ നമ്മുടെ ഗോൾ കീപ്പർ ഒരു അധികം വണ്ടനാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അവന്മാര് 3 ഗോൾ അടിച്ച് മുമ്പിലാണ്. 2 ഗോൾ നമുക്ക് അടിക്കണമെങ്കിൽ, കംബാക്ക് അടിക്കണമെങ്കിൽ. ബ്രസീൽ കൊളംബിയയോടെ തോക്കും. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. മിസ്കമ്മ്യൂണിക്കേഷൻ ബൈ us. ഇവിടെ ഒരു നല്ല ഫ്രീ ആയിരുന്നു ഞാൻ, പക്ഷെ ആരും എനിക്ക് ഇട്ട് തന്നില്ല. സെൽഫിഷ് ഗെയിം പ്ലേ ഓഫ് ദ ഇയർ. ഓക്കെ നോ 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 എടുത്തോണ്ട് പോയി ഗീസ്. ഞാൻ ബോൾ കാലി വെച്ചത് എടുത്തോണ്ട് ഗീസ്. ഞാൻ തുടക്കമായോണ്ട് എനിക്ക് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് റിയാക്ഷൻസ് വരുന്നത്. ഓക്കെ, അപ്പം ഗീസ് അങ്ങനെ മൊത്തത്തിൽ പോയി അസുഖമൊക്കെ ഇടാൻ തുടങ്ങി. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. വി ആർ ലൂസിങ് ദ ഗെയിം ഫോർ ഷുവർ ഗീസ്. ഷുവറായിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ തോക്കും, ഈ ഗെയിം തോക്കും. ഓക്കെ, ഈ കളി തോക്കും. പാസ് പാസ് പാസ്. ഓ നോ. ലാസ്റ്റ് മിനിറ്റ് റിക്കവറി ഫ്രം ദ ഡിഫൻഡർ ഓഫ് ദ ടീം കൊളംബിയ. ലാസ്റ്റ് മിനിറ്റ്. ഓക്കെ, നമ്മുടെ ഗോൾ കീപ്പർ എന്തോ ഭാഗ്യത്തിന് സേവ് ചെയ്തു. നൈസ്ലി സേവ്ഡ് ബൈ അവർ ഗോൾ കീപ്പർ. ഓക്കെ ഡാ നിന്ന് ബോട്ട് കളിക്കാ. ഗിവ്. ഓക്കെ എന്റെ കയ്യിന്നാണ് പോയത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഫ്രീ. ഇവിടത്താ. ഓക്കെ എന്തെങ്കിലും ആവട്ടെ, ഗോൾ അടിച്ചാൽ മതി. അവൻ എന്നെ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് വന്നെടുത്തു. ഗോളടി. ഓ നോ, ഫൈനലി a miscommunication happened by us. ഓക്കെ ഇനി 41 സെക്കൻഡേ ഉള്ളൂ. വലുതായിട്ടൊന്നും ചെയ്യാനില്ല. ഇപ്പം അടിച്ചത് ഗോളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അത് ഗോളായി. ഗൈസ് 2 ഗോളും കൂടെ പിറകിലായിരിക്കുകയാണ് നമ്മൾ. നേരത്തെ 3 ഗോൾ പിറകിലായിരുന്നു, ഇപ്പോൾ 2 ഗോളായി ചുരുങ്ങിയിരിക്കുകയാണ്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ ഒരു കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനെ ഒരു കംബാക്ക് അടിക്കുന്നത് ഇമ്പോസിബിൾ ആണ് എന്നാണ് പറഞ്ഞത്. മനസ്സിലായി? ഓക്കെ എനിക്ക് കിട്ടിയൊരു സുവർണ അവസരം. ഞാൻ ഡ്രിബിൾ ചെയ്തില്ല. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, എൻ്റെ ഡ്രിബിളിങ് പോയി. ഓക്കെ ഓ നോ ഓക്കെ ഫൈനൽ മിനിറ്റ്സ് ഓഫ് ദ ഗെയിം. ഈ കളിയിൽ ഇങ്ങനെയാണ് തോക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. ലാസ്റ്റ് ഫൈനൽ മിനിറ്റ്സ്. ഓക്കെ, അവന്മാരവിടെ ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു അറ്റാക്കിങ് അവസരം പോലും തന്നില്ല. കളി തോറ്റു. ഗൈസ് അങ്ങനെ കളി കൊളംബിയ എടുത്തു, ബ്രസീൽ തോറ്റു. ഓക്കെ മിക്കപ്പോഴും തോൽവിയാണ് സംഭവിക്കാറ് ഈ ഗെയിമിൽ. അത് കാരണം ഞാൻ അധികം അങ്ങനെ ഡിപ്രസ്ഡ് ഒന്നും ആവുന്നില്ല. അപ്പം എന്തായാലും ഒരു കളിയും കൂടെ നോക്കാം. മിക്കവാറും ഈ കളി എങ്ങനെയും ജയിക്കാൻ പറ്റിയാൽ ആയി. ഓക്കെ, ഇപ്രാവശ്യം ഫ്രാൻസിനെ തന്നെ നമുക്ക് വോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫ്രാൻസിനെ വോട്ട് ചെയ്തെടുത്തപ്പോഴൊക്കെ മിക്കപ്പോഴും ജയിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി? ഫ്രാൻസ് ഈസ് ദ ബെസ്റ്റ് ഐ ഹാവ് ടേക്കൺ. ഇപ്രാവശ്യം CF ആണ്. CF ആണ് എൻ്റെ ലക്ഷ്യം. CF. ഓക്കെ, CF അങ്ങനെ ഇപ്പൊ കേസിന് എനിക്ക് കിക്ക് എടുത്ത് കളിക്കാൻ പറ്റും. ഇങ്ങനത്തെ സമയങ്ങളിലാണ് എൻ്റെ കളി മാക്സിമം പുറത്തോട്ട് വരുന്നത്. അപ്പൊ ഗൈസ് ഈ ഒരു സമയങ്ങളിലാണ് ഞാൻ കൂടുതൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ട് കളിക്കുന്നത്. ഓ ഗൈസ്, ഞാൻ ടാക്കിൾ ചെയ്തുകൊണ്ട് പോയി, അവൻ ടാക്കിൾ ചെയ്തുകൊണ്ടങ്ങ് പോയി. നീ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ ഗോൾ കീപ്പർ ഗിവ് മീ ബോൾ. ഗോൾ കീപ്പർ ഓ കേറി അമ്മാരി ഇവിടുന്ന് റിക്കവറി. ഓക്കെ പാസ് ഇട്ട് ഇതുവരെ വന്നതൊക്കെ ഓക്കെ.
ഇനി അങ്ങോട്ട് പാസ് ഇട്ട് പോകണം, അതാണ് വിഷയം. ഓക്കെ സ്പ്രിന്റ് ടൈമിങ് ആയില്ല. ഓ ഒരു ഷോട്ട് അവസരം. ഗോൾ. ഗോളിനെ മാത്രം ലക്ഷ്യം വെച്ചതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ഓക്കെ ഫൈനലി അവന്മാരെ അതടിച്ച് മാനത്ത് കളഞ്ഞു. അപ്പം നമ്മൾ തോക്കൂല്ല. ഓ നോർവേ ഗോൾ അടിച്ച് ഫസ്റ്റ് ഗോൾ അവരിട്ടു. ഇനി അവരുടെ ഗോൾ സമയമായിരിക്കും. ഇനി നമ്മൾ ഗോൾ ഇടാൻ കിടന്ന് പെടാപ്പാട് തുടങ്ങി. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഗോൾ ഇന്ത്യ. മിസ് പാസ്. എന്റെ വക ഒരു മിസ് പാസ്. നമ്മുടെ ഗോൾ കീപ്പർ വെറും മണ്ടനാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കട്ട് ചെയ്തിരുന്നു. അയ്യോ ബോള് പോയി. പക്ഷെ കിട്ടി. ഓ ജസ്റ്റ് മിസ്. അവന്മാർ രണ്ടടിച്ച അതിനു മുമ്പേ. അതെ രണ്ടടിച്ചിരുന്നു, മറന്നുപോയി ഞാൻ. ഓക്കെ മറന്നുപോയി. ഓക്കെ സോറി മറന്നുപോയി. അമ്മാരുടെ ഗോൾ കീപ്പർ വിഷയം കേട്ടോ. അമ്മാരുടെ ഗോൾ കീപ്പർ വിഷയം ഒന്നും പറയാൻ വയ്യ. വിഷയം ഗോൾ കീപ്പർ. ഗോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഗോൾ അടിച്ചു. ഓക്കെ അങ്ങനെ 1-2 ആക്കിയിരിക്കുകയാണ് ഗെയ്സ്. മാച്ച് 1-2 ആക്കിയിരിക്കുകയാണ് ഗെയ്സ്. അപ്പം ഫൈനലി മാച്ച് 1-2 ആക്കി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും ഒന്ന് കളിച്ചൊന്ന് മെനച്ച് വന്നപ്പോഴത്തേക്ക് ഗൈസ് ഗോള് കേറിയില്ല ഗൈസ്. ജസ്റ്റ് എനിക്കൊരു അവസരം കിട്ടിയിരുന്നു, പക്ഷെ നോ ഗോൾ വാട്ട് വി വാണ്ട് ടു ഡു. നോ ഗോൾ വി ആർ റിഗ്ഡ് ബൈ 1%. ഓക്കെ നോ. യെസ് ഇതെനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ആൻഡ് ഹി ട്രൈഡ് ടു സ്കോർ എ ഗോൾ. I insist he tried to score a goal. What a kick guys. ആ കിക്കൊന്നും നമുക്ക് ഫേസ് ചെയ്യാനേ പറ്റുന്നില്ല. 2-2 ആക്കിയായിരുന്നു, പറയാൻ പറഞ്ഞു ഗൈസ്. ഞാൻ അല്ല അടിച്ച, പക്ഷെ വേറൊരാളാണെങ്കിൽ പോലും 2-2 ആക്കിയായിരുന്നു. ഐ ഫോർഗോട്ട് ടു സേ അവന്മാരത് ചിക്ക് ചെയ്ത് ഷോട്ട് ഇട്ട് ഗോളാക്കി. 3-2 ആക്കി. 2 മിനിറ്റ് ബാക്കിയുണ്ട്. അത് കാരണം വലിയ ടെൻഷനൊന്നും ഇല്ല, എന്നാലും ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. എങ്ങനെയും അടിച്ച് ഗോളാക്കിയാൽ രക്ഷപ്പെടായിരുന്നു. അത്രേ ഉള്ളൂ. That's the oh guys, that's my mistake. Okay, my mistake. Okay. Oh tackle miss. 4-2 ആക്കി. സോമാൻ മിസ്റ്റേക്കിൾ. നോർവേ ജയിക്കുമോ ഈ കളി? ഐ ഡോണ്ട് നോ, ബട്ട് എന്തൊക്കെയാണെങ്കിലും ഐ ആം റെഡി ടു ഫേസ്. ഇതെന്റെ ടീമാണ്. CF ആകുമ്പോൾ ഒരു ക്യാപ്റ്റന്റെ അത്രയും ചുമതല തന്നെയുണ്ട്. ഓ നോ, ഈ 7 സോ ഈസിയാണ്. ഒരാളെക്കൊണ്ട് അവൻ പുതിയ പ്ലെയറാന്ന് തോന്നുന്നു കയറി വന്ന ഗെയ്സ്. അവൻ വൻകളി. ഓ ഗെയ്സ് അവൻ അതിന് മുമ്പ് ചിപ്പിൽ ഷോട്ടിട്ട് ഗോളാക്കി. 5-2 ആക്കി ഗെയ്സ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അറിഞ്ഞൂടാ വൈ ഈസ് എനിക്ക് അറിഞ്ഞൂടാ ഗെയ്സ്. ഒരു ചുമ ഒന്നാണ് കാര്യം. ഓ ഗെയ്സ് ആ ബോള് ഞാൻ എടുത്തതാണല്ലോ. അങ്ങനെ പോയി. എനിക്ക് അറിഞ്ഞൂടാ ഗെയ്സ്, അങ്ങനെ പോയി. നിങ്ങൾ കണ്ടാണ് ഞാൻ ടാക്കിൾ ചെയ്തതും ബോൾ എടുത്തു. ഓക്കെ ഒരവസരം. ലാസ്റ്റ് 1 ചാൻസ്. ഒരവസരം. ഗോൾ! 3-5 ആക്കി. ഇനി അവസരമുണ്ട്. 2 ഗോളിന്റെ ബാക്ക് ഡിഫറൻസ് ഉള്ളൂ. നമുക്ക് സുഖമായിട്ട് ഗോളാക്കാം. പക്ഷെ നമ്മളതിന് വിചാരിക്കണം. ഞാൻ വിചാരിക്കണം അതിന്. ഇറ്റ്സ് മൈ ടേൺ. ഓക്കെ ഇറ്റ്സ് മൈ ടേൺ. ഇപ്പൊ എനിക്ക് ബോൾ കിട്ടി. ഞാൻ കിക്ക് ചെയ്യണം. മൈ ടേൺ.
He is a perfect player. I can't do anything. Okay. The truth is, I can't do anything with him. Okay. Oh, എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഫുള്ള് വീഴുന്ന വീഴിലാണ്. ഓക്കെ ഓക്കെ, അവർ പ്ലെയർ, അവർ ഗോൾ സ്കോറർ ഈസ് കമ്മിങ് ബാക്ക് ടു സ്കോർ എ ഗോൾ. ഓക്കെ ഗൈസ്, അത് വേറെ ഒരു ക്യാപ്ചർ ആയിരുന്നു. ഓക്കെ, ആ ബോളും പോയി. അങ്ങനെ ഈ 2 ബോൾ പോയാനിപ്പം. പക്ഷെ എന്നാൽ ഞാൻ അത്രേ ഉള്ളൂ. ഞാൻ സ്വിച്ച് ഗോൾ കീപ്പർ ആയി ഗീസ്. ഗോൾ കീപ്പർ ആയിട്ട് ആരുമില്ല. ഗോൾ കീപ്പർ പ്ലെയർ പോയി. നമ്മൾ വീണ്ടും ഒരു ഗോൾ അടിച്ചു ഗീസ്. അങ്ങനെ ഫൈനലി ഒരു ഗോളും കൂടെ അടിച്ചു. അവന്മാരിപ്പോ വരും ഗീസ്. ഞാൻ ഒന്ന് സേവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യട്ടെ. ഇനി ഒരു ഗോളും കൂടെ വിടാൻ പാടില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ലീക്ക് ചെയ്ത് ഇങ്ങോട്ട് ചാടിയ, ഇങ്ങോട്ട് ലീക്ക് ചെയ്ത് ഇങ്ങോട്ട് ചാടുക. ഓക്കെ. ത്രോ ചെയ്യാം. ഓക്കെ പോ. സമയമില്ല. ഗെയ്സ് ഫൈനലി കളി തോറ്റു. അപ്പൊ ഗെയ്സ്, ഇത് ഫസ്റ്റ് എപ്പിസോഡായിരുന്നു. ജസ്റ്റ് ഒരു ഗോളിന്റെ ഡിഫറൻസിൽ കളി തോറ്റു. ഇതുവരെ കളിയും ജയിച്ചില്ല. അപ്പം എന്തായാലും കാർഡ് കാണിച്ചു തരാം. ഗോൾ അടിക്കാത്തോണ്ട് നിങ്ങൾ കാർഡ് കണ്ട് കാണത്തില്ല. അപ്പൊ ഗെയ്സ്, എനിക്ക് 11 OVR ഉണ്ട്, 17 ഗോളുണ്ട്, 14 വിന്നുണ്ട്. സോറി ഗെയ്സ്, ടൊമാന്നാണ്. 2 അസിസ്റ്റ് ഉണ്ട്, 5 സേവ് ഉണ്ട് ഗെയ്സ്. അപ്പം എല്ലാം കൂടെ കൂട്ടി എനിക്ക് 11 OVR ആണ് ഉള്ളത് ഗെയ്സ്. അപ്പൊ ഇന്നത്തെ ഗെയിം പ്ലേ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇറ്റ്സ് മീ യുവർ ക്രാസോവിറ്റി. ആരുമില്ല ഗെയ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് മറക്കില്ല. ഇത് ഈ ഒരു സീരീസിന്റെ പാർട്ട് 1 ആയിട്ട് ഉണ്ടാൽ മതി. അടുത്ത നെക്സ്റ്റ് റോയും ഇതുമായിട്ട് വരുന്നതാണ് ശരിക്കും ഇതിനു മുമ്പ് എടുത്ത കളി, അതായത് എടുത്ത വീഡിയോ. പക്ഷേ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് വെപ്രാളത്തിൽ ഈ വീഡിയോ എടുത്തങ്ങ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ബൈ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കില്ല.